ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു സമാസ് വേൾഡ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ കണ്ണൂർക്കാട് ട്രഡീഷണൽ ആയിട്ടുള്ള കൽമാസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. കാണുമ്പോൾ നല്ലൊരു ഉന്നക്കായൊക്കെ പോലെയാണ്, പക്ഷെ നല്ല സ്പൈസി ആയിട്ടില്ല കൽമാസാണ്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം, ഇനിയല്ല ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. പിന്നെ ഇതിന് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ചിക്കൻ, ബീഫ്, അതേപോലെ തന്നെ കല്ലുമ്മക്കായ, പിന്നെ ഇതിൽ കൂന്തൽ, ചെമ്മീൻ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഫില്ലിങ് ഉണ്ടാക്കുന്ന വീഡിയോ പറയുന്നില്ല, കാരണം നമ്മൾ സമൂസൻ്റെ മസാല ഒക്കെ എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാലോ. അതുപോലെ തന്നെ ഒരു മസാല തയ്യാറാക്കിയാൽ മതി. ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലൊരു ടീസ്പൂൺ അത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 3 ഉള്ളി ഇതേപോലെ നല്ലോണം നേർങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി നല്ലോണം ക്രഷ് ചെയ്തെടുക്കുക. ഇതിലോട്ടേക്ക് മിക്സ് ആക്കി കൊടുക്കുക. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കലാണ്. പിന്നെ വേണ്ടത് അവസാനമായിട്ട് വേണ്ടത് നമ്മൾ വേവിച്ച ചിക്കൻ നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഇതിലൊക്കെ ഇട്ടിട്ട് മിക്സാക്കി എടുക്കലാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സമൂസൻ്റെ മസാല ഒക്കെ തയ്യാറാക്കാൻ അറിയാം, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പം നമ്മളിവിടെ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൽമാസിൻ്റെ മാവ് റെഡിയാക്കി എടുക്കണം അരിക്കൊണ്ടിൽ. അപ്പം ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് അരി നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കപ്പ് അളവാണെങ്കിൽ ഇതേപോലത്തെ ഒരു കപ്പിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഒരു കപ്പ്, ഇനി ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് അരി എടുത്താലും മതി. പുഴുങ്ങലരിയാണ് എടുക്കുന്നത്. ഈ പുഴുങ്ങലരി നല്ലോണം ക്രഷ് ചെയ്യാൻ പറയുന്നത് കാരണം നെയ്പ്പത്തിൻ്റെ പോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെല്ലാം എടുക്കേണ്ടത്, നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം. കൽമാസ് അതേപോലെ കല്ലുമ്മക്കായി നിറക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ആഡ് ആക്കുന്നുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ല, ഈ കൽമാസിൻ്റെ മാവിന് കുറച്ചൊരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ പറഞ്ഞതൊക്കെ ഇട്ടാൽ നമുക്ക് സ്റ്റീമായിട്ട് അങ്ങനെയും കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു ഉള്ളി അരമുറി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറുങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്, അതും അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 പച്ചമുളക്, അതേപോലെ തന്നെ 3-4 ഇതിൽ കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, അതും നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിന് ഫ്ലേവറും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാനും വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ് വലിയ ജീരകവും ചെറിയ ജീരകവുമാണ്. അപ്പം ഞാനിവിടെ ഇതിൻ്റെ കണക്ക് ഞാൻ കറക്റ്റ് പറഞ്ഞുതരും കേട്ടോ. അപ്പം ഞാനിവിടെ വലിയ ജീരകം ഒരു 1.5 ടേബിൾ സ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു വലിയ ടേബിൾ സ്പൂണും പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ, നമ്മൾ ചായൻ്റെ പഞ്ചസാരൊക്കെ ഇതാക്കുന്ന അതുപോലെ ടീസ്പൂണുമാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ടീസ്പൂണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വലിയ ടീസ്പൂൺ തന്നെ ഒരു വലിയ ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. നമ്മൾ സമാസ് വേൾഡ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടാൽ ആർക്കും ഒരിക്കലും കൺഫ്യൂസ് ഒന്നും വരില്ല, കാരണം നമ്മൾ ഓരോ സാധനം എടുക്കുമ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഈ കാണിക്കുന്നത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്, ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് നല്ല ഉള്ളിലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് കുഴക്കാൻ നല്ല ഈസി ആയിരിക്കും. ചെറിയ പാത്രവും കൈയോട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഉള്ളിൽ വലിയൊരു പാത്രം എടുത്തിട്ട് അതിലോട്ടേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാ ഷോപ്പിലും, എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ആമീസ്, അജ്മീസ്, അതേപോലെ തന്നെ നന്മ എന്നൊക്കെ പറഞ്ഞ പത്തിരിപ്പൊടി ഇട്ടും, പത്തിരിപ്പൊടി ആൻഡ് ഒറോട്ടി പൊടി എന്നൊക്കെ പറയും, അതെടുത്താലും മതി. ഇനി നാട്ടിലാണെങ്കിൽ നമ്മളെല്ലാവരും പൊടിക്കുന്ന നാടൻ പത്തിരിപ്പൊടിയില്ല, അതാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ ആമീസിൻ്റെ ഒറോട്ടി പൊടി എന്ന് പറഞ്ഞത് കിട്ടും, സൗദിയിലൊക്കെ ആണെങ്കിൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് ഇതിലോട്ടേക്ക് തട്ടിക്കൊടുക്കാം. പൊടിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ബാറ്ററിലേക്ക് 1 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ടേക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കാം. പിന്നെ ഇതിൻ്റെ ഈ മാവിൻ്റെ പൊടി ചേർക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മാവിലേക്ക്
ഇതിലേക്ക് പൊടി ഇട്ടിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. അത് കുഴച്ചിട്ട് നല്ലോണം കിട്ടുന്ന ഒരളവാണ്. അപ്പം ഞാനിവിടെ ഇപ്പം ഒരു മാവ് അരച്ചെടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ആക്കിയിട്ടാണ് ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. പൊടി ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ പൂരിൻ്റെ എല്ലാം മാവില്ലേ അതുപോലെ നല്ലോണം ടൈറ്റിൽ കുഴച്ചെടുക്കാം. അത് അതിന് മുമ്പ് നല്ല ടൈറ്റ് ആണെങ്കിൽ ഒരു നുള്ള് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു നുള്ള് വെള്ളമൊക്കെ ആക്കിയിട്ട് കുഴച്ചെടുക്കുക. നന്ന ലൂസാണെങ്കിൽ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കാണില്ലേ നമ്മളെ ചപ്പാത്തിൻ്റെ എല്ലാം പൊടി പോലെ ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വേണം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. അതാ പറഞ്ഞത്, ഞാൻ ഇതൊക്കെ കാണിച്ചത് കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഇതൊരു കണ്ടില്ലേ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് എന്താണ് നമ്മൾ ഉന്നക്കായ് കയ്യിൽ ഇങ്ങനെ തടവുമല്ലോ, ഉന്നക്കായൻ്റെ ഇതാക്കുന്ന പോലെ അതേപോലെ തന്നെയാണ് ഇതേപോലെ ഒന്ന് കയ്യിൽ ഇങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ കാണില്ല, അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ കുറച്ച് കൈയോട് ഇങ്ങനെ പിടിച്ചിട്ട് റൗണ്ടാക്കിയിട്ട് കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ഏതാണോ മസാല ഉണ്ടാക്കുന്നത്, പിന്നെ അതേപോലെ നമ്മൾ അയിലൊക്കെ വെച്ചിട്ട് ഇതാക്കിയെടുക്കുക. അയില ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ചീകിയിട്ടൊക്കെ നമ്മൾ മീൻ പത്തലിൻ്റെ ആക്കൂല അതെല്ലാം പോലെ ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എങ്ങനെ മസാല ഏത് ഫില്ലിങ് ഇട്ടിട്ട് മസാല ആക്കാം. ഓക്കെ, എന്നിട്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ഇതിലിങ്ങോട്ടേക്ക് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉന്നക്കായ്ക്ക് കവറൊക്കെ ചെയ്യുന്ന പോലെ ഇതേപോലെ അപ്പുറത്തെ ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അതെല്ലാം ഭയങ്കര ഇതാണെന്നൊന്നും പറയില്ല. കാരണം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അപ്പം നമ്മളൊരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ ഇപ്പം നമ്മൾ കൽമാസിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിപ്പം 2 ഭാഗമായിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരു ചെമ്പിൽ അടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റീമർ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റീമറിന് ജസ്റ്റ് ഒന്ന് ഞാൻ കൈയോടെ ഇങ്ങനെ ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്, ഒന്ന് അടിയിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ തടവി കൊടുത്ത്. ഇനി നമുക്ക് നമ്മുടെ കൽമാസിൻ്റെ ഇത് നമുക്ക് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു 25 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിം, നല്ല ഹൈ അല്ല എന്നാൽ മീഡിയം ടു ഹൈയിലിട്ടിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പം അപ്പുറത്തെ അടുപ്പത്തിലും ഈ ഒരു അടുപ്പിലും വെച്ച് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൽമാസ് ഇപ്പം ഒരു 25 മിനിറ്റോട് സ്റ്റീമായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ കൽമാസ് ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു ഞാൻ പറഞ്ഞില്ല, ഇത് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കഴിക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ അത്ര ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് പിന്നെ ഇത് നമ്മുടെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടത്. അങ്ങനെ ആകുമ്പോൾ കളറും കിട്ടും കുറച്ച്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അത്ര മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണും അല്ല അത്ര ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം, കുറേ വെള്ളം, നമ്മുടെ ഒരു 1/4 ഗ്ലാസ്സിനത്ര വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് ഈ കൽമാസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഇത്. ഇനി ഇതിലോട്ടേക്ക് നമ്മളെ കൽമാസ് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കൽമാസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുപ്പത്ത് എന്താക്കണം, ചീനച്ചട്ടി വെച്ചിട്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പം കുറേ വേണ്ട, എന്നാലും കുറച്ച് നമ്മൾ പൂരിയൊക്കെ പൊരിക്കാൻ എടുക്കുന്ന അത്രയും കാട്ടി കുറച്ചിട്ട് എണ്ണ എടുക്കാം. ഓക്കെ, എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കയ്യിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുക്കിയെടുക്കൂലേ അതേപോലെ തന്നെ ഈ ബാറ്ററിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞാൽ എണ്ണയിലേക്ക് നമ്മളെ കൽമാസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടില്ല എണ്ണ എത്ര എടുത്തിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
കുറച്ചൊരു 2-3 മിനിറ്റോട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടു. കാരണം ഉള്ളിൽ മാവും മസാല ഒക്കെ വെന്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു സ്പൈസി ഇട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സ്റ്റീം ചെയ്തെടുത്താലും കഴിക്കാൻ നല്ല രസമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാനും നല്ല രസമാണ്. പക്ഷേ ഇവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ സ്റ്റീം ചെയ്ത് കൊടുക്കാനാണ് കൽമാസിൻ്റെ അത്. അപ്പം അവർക്ക് സ്പൈസി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കൊടുക്കുന്നത് കുട്ടിക്ക് ബെറ്റർ. അപ്പം കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ നമ്മളെ കൽമാസ്, ട്രഡീഷണൽ ആയിട്ടുള്ള കൽമാസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും നോക്കുക. പിന്നെ അതേപോലെ തന്നെ കണ്ണൂരുകാരിലെ എല്ലാ സ്നാക്സുകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ ഓരോ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോയുമായിട്ട് ബൈ ബൈ.